ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് 5 സ്റ്റാർ ചിക്കൻ കറിയാണ്. മോസ്റ്റ് ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി 5 സ്റ്റാർ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ കഷ്ണങ്ങൾ ചെറുതാക്കിയിട്ടും എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കട്ട തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒന്നുകിൽ കൈകൊണ്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്പൂണ് കൊണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ടൈം കൂടിയാൽ അത്രയ്ക്കും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 25 ബദാം എടുത്തിട്ടുണ്ട്, ഒരു 8 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല, മുഴുവനായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു 5 ഉണക്കമുളക് എല്ലാം കൂടി നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാം അതേ പാത്രത്തിലിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രൈ ആയിപ്പോവും. ഈ മസാല നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിൽ ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 3 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നല്ല ചുമപ്പ് നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായി ചുമന്നതായിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലവണ്ണം ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഒന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം, ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ അനുവദിക്കാം. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് അടപ്പ് തുറന്നു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി, ഈ സമയത്ത് 1 ടീസ്പൂൺ കസൂരി മേത്തി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഏകദേശം 10-15 മിനിറ്റോളം വീണ്ടും കുക്ക് ചെയ്യാൻ അനുവദിക്കണം. ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വെന്ത് കിട്ടുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്.
വെള്ളമൊക്കെ ഏകദേശം കുറേ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അമൂൽ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ ക്രീം ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ കറി വളരെ ടേസ്റ്റിയാണ്. എന്നാൽ ക്രീം ചേർത്ത് കൊടുത്താൽ അതിൽ ഊപ്പറായിട്ട് ടേസ്റ്റായിരിക്കും. ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 5-10 മിനിറ്റ് ചെറു തീയിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാകുന്നത് വരെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കേണ്ടെങ്കിൽ, ചപ്പാത്തി പൂരി എന്നിവയുടെ കൂടെയാണ് കഴിക്കേണ്ടെങ്കിൽ ഗ്രേവി രൂപത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. ചോറിൻ്റെ കൂടെയാണെങ്കിൽ കുറച്ച് കറി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്രേവി രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ഡെലീഷ്യസ് ചിക്കൻ കറി, 5 സ്റ്റാർ ചിക്കൻ കറി ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.